കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനുഗ്രഹം ഉള്ളവർ അവർക്ക് നല്ല എളിമയുണ്ടായിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും എളിമയുണ്ടായിരിക്കണം. അതാണ് നമ്മൾ സ്നാപക യോഹന്നാൻ്റെ കാര്യമാണല്ലോ നമ്മളിന്ന് കേൾക്കുന്നത്. എന്തൊരു എളിമയുടെ മനുഷ്യനാണ്. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിലും ഈശോയുടെ ജ്ഞാനസ്നാനം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ആ വാക്യമുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:30 അല്ലേ, 3:30 അത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പോൾ യോഹന്നാൻ്റെ എളിമയുടെ വലിയൊരു വാക്യമാണത്. ഇങ്ങനെ എളിമപ്പെട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈശോ യോഹന്നാന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. ഇനി യോഹന്നാൻ കൊടുത്ത ജ്ഞാനസ്നാനം സ്വീകരിക്കാതിരിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഈശോ സംസാരിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. 2 ചോദ്യങ്ങളാണ്. ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരും ലേവായരും അല്ല, അവരാണ് വന്നിരിക്കുന്നത്. ലേവ്യർ, പുരോഹിതരും ലേവ്യരും. ഇപ്പം ലേവ്യർ പുരോഹിത ഗണമാണല്ലോ. ഇവരെ അയച്ചത് അത് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫരിസേയരാണ്. യോഹന്നാന്റെ സുവിശേഷം 1:24 വാക്യം, ഫരിസേയരാണ് ഇവരെ അയച്ചത്. അപ്പം വലിയ സംഭവമാണ്. ഒന്ന് ഓർത്തേക്ക്, ഒരാൾ അവിടെ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇവർക്ക് ബദലായിട്ട് ഇവർ വലിയ ആളുകളാണെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞൊരുത്തൻ അവിടെ നിൽക്കുക. ഇത് വലിയ പ്രശ്നം. അതുകൊണ്ട് ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെ അയച്ചിരിക്കുക. ഇതാരാണ്, എന്താണെന്നൊക്കെ ചോദിക്കാൻ. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അത് പലതരത്തിൽ പോവുകയാണ്. ആ ചോദ്യം ക്രിസ്തുവാണോ? അപ്പോൾ പറയും ഞാൻ ക്രിസ്തുവല്ല. വേണമെങ്കിൽ ചിലപ്പോൾ പറയാലേ ഞാൻ ക്രിസ്തുവാണ്. ഒരു കബളിപ്പിക്കൽ വേണമെങ്കിൽ നടത്താം. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും, നിങ്ങളാണോ അത് ചെയ്തത്, നമ്മളായിരിക്കില്ല. ചിലപ്പോൾ നന്നായിട്ടൊരു പാട്ട് പാടിയതാകാം. ഒരു കൊയറിൽ നിങ്ങളാണോ ആ പാട്ട് പാടിയത്, പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാനല്ല പാടിയതെങ്കിലും ചിലപ്പോൾ ഞാനാണ് പാടിയതെന്ന് പറയാം. അപ്പോൾ ഇവൻ ഈ സ്നാപകനെ ഞാൻ ക്രിസ്തുവല്ല എന്ന് പറയാൻ, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ ഇനി ഏലിയായാണോ എന്ന് ചോദിക്കും. അല്ല, ഏലിയ അല്ല. പിന്നെ ചോദിക്കും പ്രവാചകനാണോ എന്ന് ചോദിക്കും. പ്രവാചകനുമല്ല. അപ്പോൾ അതിന് ഒറ്റ മറുപടിയാണ് പറയുന്നത്. ഒറ്റ മറുപടി. അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. യോഹന്നാൻ 1:23 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ഒരു ഞാനൊന്നുമല്ല എന്ന് പറയണ്ടേ. ഞാനൊന്നുമല്ല, ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവനാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. അതൊരു ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമായി സ്നാപകൻ കരുതുന്നില്ല. ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ്, അങ്ങനെയല്ല പറയുന്നത്. ഇനി ഏലിയായാണോ? ഏലിയ പ്രവാചകന്റെ തീഷ്ണതയോടുകൂടെ വരുന്നവൻ എന്നാണ്. അത് മലാക്കിയുടെ പ്രവചനം 4:5-6 വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മലാക്കി അവസാനത്തെ പ്രവാചകൻ അവസാനിക്കുമ്പോൾ പുതിയ നിയമത്തിലെ പ്രവാചകൻ അത് സ്നാപക യോഹന്നാനാണെന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 1:17 വാക്യത്തിൽ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടുകൂടെ, ശക്തിയോടുകൂടെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ പോകും. ഇത് പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം എനിക്ക് ഏലിയായുടെ ചൈതന്യമുണ്ട്, ഞാൻ ഏലിയായുടെ ചൈതന്യത്തിൽ വന്നയാളാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമായിപ്പോ. അതുകൊണ്ടല്ല എന്നാണ് മറുപടി പറയുക. ഇനി പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സക്കറിയ ഗീതിയിലും
ലൂക്ക 1:76 അതിൽ പറയുന്നു, നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അപ്പോഴും പറയുന്നത് പ്രവാചകനല്ല. പ്രവാചകൻ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടയാളാണ്. അപ്പോൾ അതുപോലൊരു ജീവിത ശൈലിയിലൂടെ പോകുന്ന ഇദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവാചകനാണെങ്കിലും ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നില്ല. ഇതാണ് സ്നാപയോഹന്നാന്റെ നിലപാട്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് ശബ്ദമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കാര്യമാണ്. അത് വിളക്ക്, കത്തിച്ചൊലിക്കുന്ന വിളക്ക്. അത് യോഹന്നാൻ 5:35. പക്ഷെ പ്രകാശം യേശുവാണ്. യോഹന്നാൻ 1-ാം അധ്യായം നമുക്കറിയാം, 1-2 വചനങ്ങളിലൊക്കെ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ വാക്ക് ദൈവമാണ്, പക്ഷെ ഞാൻ വെറും ശബ്ദം മാത്രമാണ്. ഇതാണ് യോഹന്നാൻ. ഞാൻ വിളക്ക് മാത്രമാണ്, എന്നിൽ ജ്വലിക്കുന്ന പ്രകാശം യേശുവാണ്. ഞാൻ ശബ്ദമാണ്, വാക്ക് ഞാനല്ല, വാക്ക് ദൈവമാണ്. ഇതാണ് സ്നാപയോഹന്നാന്റെ ആറ്റിറ്റ്യൂഡ്. സ്നാപയോഹന്നാന് ഗർഭപാത്രത്തിൽ വെച്ച് ലൂക്ക 1:15 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ അവൻ പറയുകയാണ് ഞാൻ ഒന്നുമല്ലെന്നാ പറയുന്നത്. അതാണ് കൃപയുള്ളവര് എളിമപ്പെടും. എളിമയുണ്ടെങ്കിലേ കൃപ കിട്ടും. എളിമയുണ്ടെങ്കിലേ കൃപ കിട്ടും. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എങ്കിൽ പിന്നെ ജ്ഞാനസ്നാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അടുത്ത ചോദ്യം. ജ്ഞാനസ്നാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അത് ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? ഇപ്പൊ സ്നാനം നൽകാൻ വേണ്ടിയിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. അങ്ങനെ അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവിൽ അഭിഷേകം നിറഞ്ഞവനാ. ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുതിച്ചു ചാടിയവനാ. ഇത് കർത്താവിൻ്റെ ഒരു സംവിധാനം. ഈശോ വരുന്നതിന് വേണ്ടി സ്നാപയോഹന്നാൻ മുന്നേ വരണം. അപ്പോൾ അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഇത് എനിക്ക് അവകാശമുണ്ട്, ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന് പറയാമായിരുന്ന സ്നാപയോഹന്നാൻ മറുപടി പറയുന്നത്, യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും. ഞാൻ ചെറിയവനാണ്, ഞാനൊന്നുമല്ല, ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇങ്ങനെ പറഞ്ഞു. ഈ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അഭിഷേകം, യോഹന്നാന്റെ മേൽ അഭിഷേകമുണ്ട്. 1-ാമത്തെ വായനയിൽ നമ്മൾ കേട്ട കാര്യമാണല്ലോ. 1 യോഹന്നാൻ 2:27, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഇത് അഭിഷേകത്തിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അഭിഷേകമുണ്ട് കേട്ടോ, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ചില ആളുകൾ പണ്ടൊക്കെ ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോഴും ഇങ്ങനെ വിവിധ സ്വരങ്ങളിൽ സ്തുതിക്കുമ്പോഴും അവർ ഭാഷാവരം കിട്ടി എന്ന് പറയും. ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലർ പറയും, നിങ്ങൾക്കിപ്പോൾ ഭാഷാവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ, എനിക്ക് ഭാഷാവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനം ഇങ്ങനെ, ഞാൻ ധ്യാനമൊക്കെ കൂടി, എനിക്ക് ഭാഷാവരം കിട്ടി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ കൃപ കിട്ടിയ ആൾ മിണ്ടുകയല്ല. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചവൾ, ആ വിളി കേട്ടവൾ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളി കേട്ടവൾ, അവൾ പറയുന്നത്, കർത്താവേ ഞാൻ ദാസിയാണ്, നീ പറഞ്ഞാൽ മതി, ഞാൻ ദാസിയാണ്. കൃപ കിട്ടിയവൾ പറയുന്നു ഞാൻ ദാസിയാണെന്ന്. അതാണ് എളിമപ്പെടുമ്പോഴാണ് കൃപ കിട്ടുക. കൃപ കിട്ടിയവൻ എളിമപ്പെട്ടിരിക്കും. യഥാർത്ഥത്തിൽ കൃപ കിട്ടിയവൻ എളിമപ്പെട്ടിരിക്കും, എളിമയായിരിക്കും. അഹങ്കാരിക്ക് കൃപ കിട്ടില്ല. അതാണ് എളിയവരെ ഉയർത്തുന്നു എന്ന് പറയും. താഴ്മയുള്ളവരെ തൃക്കൺ പാർക്കുന്നു, അഹങ്കാരികളെ ചിതറിക്കുന്നു, വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു എന്ന് മറിയം പാടിയത് അതുകൊണ്ടാണ്. അപ്പോൾ എളിമ അതാണ്. സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരെ പോയവൻ തിരികെ വരുമ്പോൾ അവന് സ്വത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അവൻ പന്നിക്കൂട്ടിക്കിടന്ന്
അവൻ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ ചിന്തിക്കുമ്പോൾ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു. ഞാനോ മകനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. അവന് മകനാണെന്നുള്ള ബോധമുണ്ട്. പക്ഷെ അവൻ പിന്നെ പറയാണ്, അങ്ങയുടെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ കണക്കാക്കണമേ. കണ്ട, മകനെന്നുള്ള ബോധം കിട്ടുമ്പോൾ പിന്നെ പറയുന്ന വാക്ക് ദാസനാണ്. മകനെന്ന ബോധം കിട്ടിയാൽ ദാസൻ എന്ന വാക്ക് പറയും. അതാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോയവൻ. അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുമ്പോഴും അവൻ്റെ 2 ചോദ്യങ്ങളാണ്. പിന്നെ കർത്താവേ അങ്ങാരാണ്? പിന്നെ പറയുന്നത് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ്, ഈ 2 ചോദ്യങ്ങളാണ് സാവുൾ ചോദിക്കുന്നത്. അത് കൃപ കിട്ടിയ ആൾക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതാണല്ലോ ഏലിയായും ഏലീഷായും. ഏലിയായുടെ ശിഷ്യനാണ് ഏലീഷ. പക്ഷേ ഏലീഷായെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്: യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിനും അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. ഏലിയായുടെ കയ്യിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുത്തവൻ എന്നാ പറയാം. എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഞാനൊരു വലിയ പ്രവാചകനല്ലേ, എന്നെക്കുറിച്ച് അങ്ങനെ എന്നെ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തവനെന്നാണോ എന്നെ പരിചയപ്പെടുത്തേണ്ടത്? എളിമയുള്ളവൻ അങ്ങനെ പറയല. എളിമയുള്ളവൻ അത് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ലൂക്ക 22:27 ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് ഈശോ പറയുന്നത്. ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെ. ദൈവത്തിൻ്റെ സമാനത, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ കൃപ കിട്ടിയാൽ ഇങ്ങനെ ഒരു എളിമപ്പെടലുണ്ട്. എളിമപ്പെട്ടാൽ കൃപ കിട്ടും. ഇത് നമുക്ക് ഇത് ധ്യാനിക്കാം. കുറേ അഭിഷേകമുണ്ടാകട്ടെ. നമുക്ക് കർത്താവിന് നമ്മൾ വായനയൊക്കെ വായിക്കാൻ വേണ്ടി വരുമ്പോഴും ആളുകളും ഇങ്ങനെ ഒരു വായന ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പ്രതിവചന സങ്കീർത്തനം വായിച്ചോട്ടെ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു രീതി ഇവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് മറുപടി പറയാറുണ്ട്. അത് ശരിയാണോന്നറിയില്ല. നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കും. വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വായന. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വായന. ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ടല്ല, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരു വായന. പക്ഷേ വായനയ്ക്കൊരാളെ വേണം. വായനയ്ക്കൊരാളെ വേണം. കർത്താവിന് വഴിയൊരുക്കാൻ ഒരാളെ വേണം. കർത്താവിൻ്റെ നാമം ഏറ്റുപറയാനും കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളെ വേണം. അങ്ങനെ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകപ്പെടണം. അതുകൊണ്ടാണ് യോഹന്നാൻ എളിമ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ യോഹന്നാനെ ഒന്ന് പിരികേറ്റാൻ നോക്കി. അതായത് യോഹന്നാൻ ഇങ്ങനെ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ വന്നു. ഈശോയുടെ പരിപാടി തുടങ്ങി. ഈശോ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അപ്പം കുറച്ച് ഫരിസേയര് പോയിട്ട് പറയും, ഇവനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. അങ്ങനെ ഒരാൾ നിന്നെപ്പോലെ നിനക്ക് ബദലായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ സ്നാപയോഹന്നാൻ അവൻ്റെ ഒരു മനഃചാഞ്ചല്യമില്ലാതെ, അവന് ഒരു അസ്വസ്ഥത ഉണ്ടാകാതെ മറുപടി പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അത് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഈശോ. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് എളിമയുടെ വർത്തമാനമാണത്. നമ്മളല്ലെങ്കിൽ ഇപ്പൊ അവനാരാണ്? ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവനാര് പറഞ്ഞു? അവനാര് കൊണ്ടുവന്നു? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ അവനിവിടെ കളിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വാഭാവികമായ മാനുഷിക ചിന്തയിൽ അതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾക്ക് യഥാർത്ഥത്തിൽ കൃപയുണ്ടോ? കൃപയുണ്ടെങ്കിൽ എന്തേ എളിമപ്പെടാത്തത്? അപ്പൊ എളിമയില്ലേ? എളിമയുണ്ടെങ്കിലല്ലേ കൃപ പ്രവർത്തിക്കൂ. കൃപ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എളിമയും ഉണ്ടാകും. അപ്പൊ നമ്മൾ എളിമപ്പെടും. നമ്മൾ സ്കാഫൊക്കെ ധരിച്ച് പള്ളി വരുന്നത് അത് എളിമപ്പെടല. നമുക്ക് സ്കാഫ് ഒന്നും ധരിക്കുന്നില്ല. പള്ളി വരുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഷോർട്സ് ധരിച്ച് പള്ളി വരും. നമ്മൾ എളിമപ്പെടുന്നില്ല. കൃപയുള്ളവൻ അസഭ്യമായ വസ്ത്രധാരണത്തിൽ വരും. കൃപയുള്ളവൻ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കും. ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുർബാന ചൊല്ലുന്നൊന്ന് കാണാമല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവമേ, എന്നെയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് വെച്ചല്ലോ, എന്നെയും കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നെ യോഗ്യനാക്കിയല്ലോ എന്നല്ലേ ചിന്തിക്കേണ്ടത്.
അതാണ് പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. അതാണ് നമ്മുടെ വിളി. നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. വചന വഴിയിൽ കരുണ ചൊരിയും മാതാവേ, ഭാഗ്യവതിയാം നിൻ ചാരത്തായി ചേർന്നിടും. വചന വഴിയിൽ കരുണ ചൊരിയും മാതാവേ, ഭാഗ്യവതിയാം നിൻ ചാരത്തായി ചേർന്നിടും. കൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ, പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ. ആ കുരിശിൽ ഈശോയുടെ കൂടെ 2 കള്ളന്മാരുണ്ടായില്ലേ? മറ്റവൻ ദുഷിച്ചു പറഞ്ഞു, നല്ല കള്ളൻ, യേശുവേ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. ഇതാണ് കൃപ. 2 പേര് പ്രാർത്ഥിക്കാൻ പോയില്ലേ? ഫരിസേൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മാറത്തടിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ, പാപിയായ എന്നിൽ കനിയണമേ. ഇതാണ് കൃപ. പരിശുദ്ധമ്മേ, കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞിട്ട് പോലും അമ്മ പറഞ്ഞത് ദാസി എന്നാണല്ലോ. അതുപോലെ എളിമപ്പെടാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, കൃപ നിറയാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.